السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. Today I stand before you to address a pressing issue that affects not only our society but also our faith. നമ്മുടെ സമൂഹത്തെ മാത്രമല്ല നമ്മുടെ വിശ്വാസത്തെയും ബാധിക്കുന്ന മയക്കുമരുന്ന് എന്ന മഹാവിപത്തിനെ അഭിസംബോധനം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ആസ് മുസ്ലിംസ് ഇറ്റ് ഈസ് അവർ മോറൽ ഡ്യൂട്ടി ടു സേ നോ ടു ഡ്രഗ്സ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു എംഫസൈസ് ദ ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് ഓൺ ദിസ് മാറ്റർ. മുസ്ലിങ്ങൾ എന്ന നിലയിൽ മയക്കുമരുന്ന് വേണ്ടെന്ന് പറയേണ്ടത് നമ്മുടെ ധാർമ്മിക കടമയാണ്. ഈ വിഷയത്തിൽ ഇസ്ലാമിക വീക്ഷണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Our beloved Prophet Muhammad sallallahu alaihi wasallam taught us to take care of our bodies and avoid anything that harms us. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശരീരത്തെ പരിപാലിക്കാനും നമ്മെ ഉപദ്രവിക്കുന്ന ഏതൊരു കാര്യത്തെ ഒഴിവാക്കാനും പഠിപ്പിച്ചിട്ടുണ്ട്. He said, your body has a right over you. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ മേൽ അവകാശമുണ്ട്. Drug abuse is a clear violation of this right as it damages the physical, mental and spiritual well-being of an individual. മയക്കുമരുന്ന് ദുരുപയോഗം ഈ പറഞ്ഞ അവകാശത്തിൻ്റെ വ്യക്തമായ ലംഘനമാണ്. കാരണം ഇതൊരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ക്ഷേമത്തെ നശിപ്പിക്കുന്നു. Islam is a religion of moderation and balance. We are encouraged to lead a life that is free from excess and harmful behaviors. ഇസ്ലാം മധ്യമ നിലപാടിൻ്റെ മതമാണ്. അതിരു കടന്നതും ദോഷകരവുമായ കാര്യത്തിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം നയിക്കാൻ ഇസ്ലാം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. Drugs, on the other hand, lead to excesses and imbalance in one's life. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ മയക്കുമരുന്നുകൾ ഒരാളുടെ ജീവിതത്തെ അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുന്നു. Furthermore, the Quran explicitly forbids intoxicants. കൂടാതെ ഖുർആൻ ലഹരി വസ്തുക്കളെ വ്യക്തമായി വിലക്കുകയും ചെയ്തിരിക്കുന്നു. In Surah Al-Baqarah, verse number 219, Allah says, സൂറത്തുൽ ബഖറയുടെ 219 ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون. They ask you about wine and gambling. Say, in them is great sin and yet some benefit for people, but their sin is greater than their benefit. അവർ നിന്നോട് മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും ചോദിക്കുന്നു. പറയുക, അവയിൽ വലിയ പാപമുണ്ട്, എന്നിട്ടും ചില ആളുകൾക്ക് പ്രയോജനമുണ്ട്, എന്നാൽ അവരുടെ പാപം അവരുടെ നേട്ടത്തെക്കാൾ വലുതാകുന്നു. This verse reminds us that even if there might be some temporary worldly pleasure in drugs, their harm far outweighs any perceived benefit. മയക്കുമരുന്നുകൾ ഏതെങ്കിലും താൽക്കാലിക ലൗകിക സുഖം ഉണ്ടായേക്കാമെങ്കിലും അവയുടെ ദോഷം ഏതൊരു പ്രയോജനത്തെക്കാളും വളരെ കൂടുതലാണെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. It is also our responsibility to help those who are struggling with drug addiction. മയക്കുമരുന്നിന് അടിമപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക എന്നത് നമ്മുടെ കടമയാണ്. We should not stigmatize those who are addicted. Instead, provide them with support and guidance to overcome their addiction and return to a life of faith and righteousness. മയക്കുമരുന്നിന് അടിമപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരെ കുറ്റപ്പെടുത്തുകയോ അകറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. പകരം അവരുടെ കൈപിടിച്ചുയർത്തി നന്മയുള്ള ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള പിന്തുണയും മാർഗനിർദ്ദേശവും നൽകുകയാണ് ചെയ്യേണ്ടത്. In conclusion, my dear brothers and sisters, saying no to drugs is not just a matter of personal choice. It is a fundamental part of our Islamic faith. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, മയക്കുമരുന്ന് വേണ്ടെന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പിൻ്റെ മാത്രം കാര്യമല്ല, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂടെ ഭാഗമാണ്.
Let us stand against the scourge of drug abuse and work together to build a society that is free from these manners. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. ഇത്തരം ഈ വിപത്തിൽ നിന്ന് മുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. May Allah guide us and grant us the strength to say no to drugs and to support those in need. അള്ളാഹു നമ്മളെ മയക്കുമരുന്ന് വേണ്ടെന്ന് പറയുന്ന സമൂഹമായി മാറാനും അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നവരായി മാറാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ജസാകുമുല്ലാഹു ഖൈറൻ വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.